സർക്കാരിന്റെ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ആഗോള തട്ടിപ്പെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ MS ഇർഷാദ്. ശമ്പള പരിഷ്കരണ കമ്മീഷന് കാലാവധി 3 മാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാലയളവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കാവൽ സർക്കാരായിരിക്കും. 3 മാസം കൊണ്ട് ശമ്പള കമ്മീഷന് പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയില്ല. LDF സർക്കാർ ആസൂത്രിതമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അട്ടിമറിച്ചുവെന്നും MS ഇർഷാദ് പറഞ്ഞു. ഇടത് സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റിലെ പ്രഖ്യാപനങ്ങളെന്ന് പറയുന്നത് ഒരു ആഗോള തട്ടിപ്പായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് തോന്നുന്നത്, അനുഭവപ്പെടുന്നത്. കാരണം ഇവിടെ ഈ സർക്കാർ 5 വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരിക്കുമെന്ന പ്രഖ്യാപനം അതിൽ നടത്തിയിട്ട് ഈ സർക്കാരിൻ്റെ അവശേഷിക്കുന്ന കാലയളവിനുള്ളിൽ ശമ്പള പരിഷ്കരണം ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുമെന്ന് പറഞ്ഞതോടുകൂടി അതിന് 3 മാസം കാലാവധി പ്രഖ്യാപിച്ചതോടുകൂടി ഏപ്രിൽ 30-ാം തീയതി മാത്രമേ ആ കാലാവധി പൂർത്തിയാക്കുകയുള്ളൂ. ഏപ്രിൽ 30 ആകുമ്പോഴത്തേക്കും ഇവിടെ ഏകദേശം തെരഞ്ഞെടുപ്പ് തന്നെ കഴിഞ്ഞ് സർക്കാർ തന്നെ ഒരു കാവൽ സർക്കാരായി മാറിയിരിക്കും. മാത്രമല്ല, ഈ 3 മാസം കൊണ്ട് ഒരിക്കലും ഒരു ശമ്പള കമ്മീഷന് തങ്ങളുടെ പ്രവർത്തനം തീർക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ആസൂത്രിതമായിട്ട് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുകയാണ് ഈ സർക്കാർ ബജറ്റിലൂടെ, ഇത്തവണത്തെ ബജറ്റിലൂടെ ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന നടപടി എന്ന് പറയുന്നത്.